നിങ്ങളുടെ പേരെന്താണ്? കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമല്ലേ. എന്റെ പേര് അറിഞ്ഞൂടെ? ആന്റണി. ക്രിസ്തുമത വിശ്വാസിയാണോ? പിന്നെ ആന്റണി എന്ന് പറഞ്ഞ പിന്നെ വേറെ എന്തോ മതം? ക്രിസ്തുമതം അല്ലാതെ. കുറ്റം ഏൽക്കുന്നോ? ചെയ്യാത്ത കുറ്റം എങ്ങനെയായിട്ടും. ദിവസവും പള്ളിയിൽ പോകാറുണ്ടോ? ഇതെന്തോ ചോദ്യം? പിന്നെ ദിവസം പള്ളി പോകാതെ ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോകും. 2 വർഷത്തിന് മുമ്പുള്ള ഒരു സെപ്റ്റംബർ മാസം പള്ളിയുടെ മുൻവശത്ത് വെച്ചിരുന്ന എന്റെ വാദിയുടെ സൈക്കിൾ നിങ്ങൾ മോഷ്ടിച്ചില്ലേ? എന്തോ സൈക്കിൾ? സൈക്കിളാ? സൈക്കിൾ, അതെ സൈക്കിൾ. സൈക്കിൾ എന്താണ്? സൈക്കിൾ എന്താ? സൈക്കിളാ? അയ്യോ, എനിക്കൊരു മൈക്കിളിനെ പരിചയം. മൈക്കിൾ. ഇവരാണ് ഈ മൈക്കിൾ പ്രയോഗം തന്നെ ഇയാളുടെ കള്ളത്തരത്തിന്റെ തെളിവാണ്. ഇയാൾക്ക് സൈക്കിൾ എന്തെന്ന് അറിയില്ല പോലും. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ട് പോലുമില്ല സൈക്കിൾ. ഇയാൾക്ക് സൈക്കിൾ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ മാത്രം മതി പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ. Shall I proceed, Your Honor? Yes, proceed. ചവിട്ടിയാൽ ഉരുളുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ടോ? ചവിട്ടിയാൽ ഉരുളുന്ന ഒരു സാധനം. Your Honor, എന്താ പറയൂ? പന്ത്. അതല്ലടോ. പിന്നെ ഇങ്ങനൊരു ഹാൻഡിൽ, ഒരു സീറ്റ്, അതിൽ കയറി ഇരുന്ന് സഞ്ചരിക്കുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ടോ? Your Honor, ഓട്ടോ. ഓട്ടോ. ഓട്ടോയ്ക്ക് 3 വീലില്ലേ? ഇത് 2 വീലുള്ള റോഡേ കൂടി സഞ്ചരിക്കുന്ന ഒരു സാധനം, ചവിട്ടുന്ന സാധനം. അത് കണ്ടിട്ടുണ്ട്. Your Honor, Yes, proceed. ഈ സ്കൂട്ടർ. അത് ഇന്ധനം ഒഴിച്ചെങ്കിലല്ലേ ഓടുള്ളൂ. പെട്രോൾ, ഡീസൽ അതൊഴിച്ചെങ്കിലല്ലേ അത് ഓടുള്ളൂ. ഇത് പെട്രോൾ ഇല്ലാതെ 2 വീലിൽ റോഡിൽ കൂടി പോകുന്ന ഒരു വാഹനം, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെനിക്കറിയാം. പറയൂ Your Honor. അത് Yes, പറയൂ. കാളവണ്ടി. കാളവണ്ടി ഉരുളവണെങ്കിൽ കാള വേണ്ടേ? വലിയ ആൾക്കാർക്ക് പിടിച്ചോണ്ടിങ്ങനെ പോകാൻ കാള ഇല്ലാതെ. ഇത് കാളയില്ലാതെ ഇന്ധനമില്ലാതെ റോഡേ കൂടി സഞ്ചരിക്കുന്ന ഒരു വണ്ടി. അതെനിക്ക് മനസ്സിലായി. റിക്ഷ. ഏറ്റവും വേഗത കൂടിയ വാഹനം ഏതാണ്? പ്ലെയിൻ ആണ്. പ്ലെയിൻ ആര് പറഞ്ഞു? പിന്നെ റോക്കറ്റ്. Your Honor, പ്രതിക്ക് റോക്കറ്റിനെ കുറിച്ച് അറിയാം, സൈക്കിളിനെ കുറിച്ച് അറിയില്ല. പ്ലെയിൻ, റോക്കറ്റ്. രണ്ടാമത്തെ വേഗത കുറഞ്ഞ വാഹനം അത് സാറ് പറഞ്ഞതന്നെ. പ്ലെയിൻ. മൂന്നാമത്തേത് ഈ കരയെ കൂടെ അത് ഈ ട്രെയിൻ. അതിന് താഴെ ബസ്. അതിന് താഴെ കാർ. അതിന് താഴെ സ്കൂട്ടർ. അതിനും താഴെ ലൂണ. Your Honor, അതിനും താഴെ. Yes, പറയൂ. അതിനും താഴെ. അതിനും ലൂണയ്ക്ക് താഴെ ഇങ്ങനെ സാധാരണക്കാരുടെ വാഹനം. വള്ളം. Don't be despondent. Come on, proceed. Don't waste time. നിങ്ങളുടെ വീട്ടിൽ അടിക്കടി കത്തുകൾ വരാറുണ്ടോ? കത്തൊക്കെ വരാറുണ്ട്. ആരാണ് കൊണ്ടുവരുന്നത്? ആരാണ് സാധാരണ കത്ത് കൊണ്ടുവരുന്നത്? കത്ത് കൊണ്ടുവരുന്ന പോലീസുകാരനാണോ, പോസ്റ്റ്മാൻ അല്ലേ? അപ്പൊ അറിയാനല്ലേ. എങ്ങനെയാണ് അയാൾ കത്ത് കൊണ്ടുവരുന്നത്? എങ്ങനെയാണ് പോസ്റ്റ്മാൻ നിങ്ങളുടെ വീട്ടിൽ കത്തുകൾ കൊണ്ടുവരുന്നത്? അയാള് നടന്നുകൊണ്ട് തരും. ചവിട്ടിയ കറങ്ങുന്ന വീലുള്ള എന്തെങ്കിലും ഒരു യന്ത്രത്തിന്റെ പേര് പറയാമോ? അത് മനസ്സിലായി. ചവിട്ടുമ്പോ കറങ്ങുന്ന യന്ത്രം. തയ്യൽ മെഷീൻ. ഞാൻ ഈ കേസിൽ നിന്ന് പിൻവാങ്ങുന്നു. ഈ മനുഷ്യര് ചവിട്ടുമ്പോ കറങ്ങുന്ന സാധനമാണോ? മനുഷ്യര് ചവിട്ടുമ്പോ കറങ്ങുന്ന സാധനം. കേറി ഇരുന്ന് മനുഷ്യര് ചവിട്ടുമ്പോ കറങ്ങുന്ന സാധനം.
അതിപ്പോ ഒരു മനുഷ്യൻ കയറി ഇങ്ങനെ ചവിട്ടും. ചവിട്ടുമ്പോ കറങ്ങും, കറങ്ങും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. Case is going to be closed. അത് ഞാൻ കണ്ടത്തിൽ കണ്ടിട്ടുണ്ട്. കണ്ടത്തിലും കാണാം. കണ്ടത്തിൽ എന്തിനാണ്? പാടത്ത് ഈ നമ്മളെ ഈ അപ്പുറത്തെ പാടത്തിന് വെള്ളം കുറവാണെങ്കിൽ ഇപ്പുറത്തെ പാടത്തിൽ നിന്ന് ഒരാൾ ഇങ്ങനെ മോളിൽ കയറി യുവർ ഓണർ, അതല്ലേ? ഞാൻ പിൻവാങ്ങുന്നു യുവർ ഓണർ. ഞാൻ നിരുപാധികം പിൻവാങ്ങുന്നു. യുവർ ഓണർക്ക് ഇഷ്ടം പ്രകാരമാതിരി ഇവരെ ശിക്ഷിക്കാം. ഐ എം സോറി. Yes, I am going to declare my judgment. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. സൈക്കിൾ എന്താണെന്ന് പോലും അറിയാത്ത ഈ നിഷ്കളങ്കനായ ആന്റണിയുടെ മേൽ മനഃപൂർവ്വം കെട്ടിച്ചുമച്ചതാണ് ഈ കേസ് എന്ന് കോടതിക്ക് പൂർണ്ണ ബോധ്യം വന്നിരിക്കുന്നു. അതിനാൽ ആന്റണിയെ വെറുതെ വിട്ടുകൊണ്ടും വാദിയെ 1000 രൂപ പിഴയും 6 മാസം തടവും ലഭിച്ചു. ബഹുമാനപ്പെട്ട കോടതി, ഞാൻ നിഷ്കളങ്കനാണെന്ന് കണ്ടുപിടിച്ചല്ല. അപ്പൊ ഇനി ഇവന്റെ മോട്ടിച്ച സൈക്കിൾ എനിക്ക് റോഡിൽ കൂടെ ചവിട്ടിക്കൊണ്ട് നടക്കാം. മുമ്പ്